Hello dear students. Today we are going to learn with a new topic, that is transportation in plants. As in animals, substances are transported in plants. Do you know how they occur? Vascular tissues helps transportation in plants. They extend from the roots to leaves in an interconnected manner. Vascular tissues are two types, that is xylem and phloem. The function of xylem is transport water and minerals absorbed by root to leaves. റൂട്ട് അബ്സോർബ് ചെയ്ത വാട്ടറിനെയും മിനറൽസിനെയും ലീവ്സിലോട്ട് എത്തിക്കുക എന്നതാണ് സൈലത്തിൻ്റെ ഫങ്ഷൻ. ഇനി ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് പ്രിപ്പയർഡ് ബൈ ലീവ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലോട്ട് എത്തിക്കുന്നു. ഇതാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ. First is conduction through xylem. Look at this picture. Xylem consists of tracheids and vessel. The first picture is xylem tracheids and the second is xylem vessel. The dead cells of xylem through which the transport of water take place. The diameter of vessel is greater than that of tracheids. ഈ രണ്ട് പിക്ചറിനകത്ത് ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ട്രക്കേഡ്സും സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത് വെസലുമാണ്. ഇമേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ട്രക്കേഡ്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വെസൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതായത് വെസൽസിൻ്റെ ഡയമീറ്റർ ആയിരിക്കും കൂടുതൽ. വെസൽസ് ആർ അറേഞ്ച്ഡ് വൺ എബോവ് ദ അനദർ. ഒന്നിന് മുകളിൽ ഒന്നായിട്ടായിരിക്കും വെസൽസ് അറേഞ്ച് ചെയ്യുന്നത്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് ലോങ് പൈപ്സ് ആസ് എ സെൽ വോൾ ബിറ്റ്വീൻ ദീസ് വെസൽ ഡിസിൻറ്റഗ്രേറ്റ്. അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഈസ് എ ലൈക്ക് എ ലോങ് പൈപ്പ്. ഹൗ ഡസ് ദ വാട്ടർ റീച്ച് ദ ട്രീ ടോപ്പ് ത്രൂ xylem നാച്ചുറലി? ഡു യു ഹാവ് എനി ഐഡിയ? It is by the combined action of many processes. Now let us examine this process. The first one is transpiration, the second one is root pressure, and the third one is cohesion, and the fourth one is adhesion. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റിനകത്ത് രണ്ട് പോട്ടിലുള്ള പ്ലാന്റ്സ് എടുക്കുക. അതിലൊരു പ്ലാന്റ്സിനകത്ത് ഒരു പോട്ടിലെ പ്ലാന്റ് എന്ന് പറയുന്നത് ലീവ്സ് ഒക്കെയുള്ള ഒരു പ്ലാന്റ് ആണ്. മറ്റേ പോട്ടിലെ പ്ലാന്റ് എന്ന് വെച്ചാൽ ലീവ്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ്, സ്റ്റെമ്മ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പോട്ടിൻ്റെ ആ ലീവ്സിന് ആ പ്ലാന്റിനെ കവർ ചെയ്തിട്ട് ഒരു പോളിത്തീൻ ബാഗ് അല്ലെങ്കിൽ ഒരു പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്യുന്നു. സെക്കൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കവർ ചെയ്യുന്നു. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ്? എന്ത് ചേഞ്ചസ് ആണ് അവിടെ നടക്കുന്നത്? Do you have any idea? Yes, correct. Water droplets can be seen on the transparent polythene bag on the plant with leaves. ലീവ്സ് ഉള്ള പ്ലാന്റിനെ കവർ ചെയ്ത പോളിത്തീൻ ബാഗിനകത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. It can be inferred that water comes out from the leaves. ലീവ്സിൽ നിന്ന് വാട്ടർ വെളിയിൽ വരുന്നു എന്ന് നമുക്ക് നിഗമനത്തിൽ എത്താൻ പറ്റും. Water is expelled from leaves due to evaporation. This process is called transpiration. The second is root pressure. It is a pressure exerted in roots due to osmosis. ഓസ്മോസിസിൻ്റെ ഫലമായി റൂട്ട്സിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. Next is cohesion. It is a tendency of water molecule to stick to themselves.
Next is adhesion. It is a tendency of water molecules to stick with the walls of the vessels. വെസൽസിൻ്റെ വോളിൽ വാട്ടർ മോളിക്യൂൾസ് സ്റ്റിക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അഡ്ഹെഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പിരേഷൻ പുൾ. ഇൻ ദ ലീവ്സ് ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു മൂവ് വാട്ടർ ടുവേർഡ്സ് ദ സെൽസ് വേർ വാട്ടർ ഈസ് ലോസ്റ്റ് ബൈ ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ്റെ ഫലമായി വാട്ടർ ലോസ്റ്റ് ആയിട്ടുള്ള സെല്ലിലോട്ട് വാട്ടർ മോളിക്യൂൾസിന് ഒരു ടെൻഡൻസി ഉണ്ട് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളത്. അതിനെയാണ് ട്രാൻസ്പിരേഷൻ പുൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഓവറോൾ പിക്ചർ ഓഫ് ദിസ് പ്രോസസ്. First is root hair absorb water content in the soil. And the water to cells by osmosis. Xylem vessels water molecules transport ചെയ്ത് സ്റ്റൊമാറ്റയിലോട്ട് പോകുന്നു. വാട്ടർ ഇവാപറേറ്റ്സ് ത്രൂ ട്രാൻസ്പിരേഷൻ. This is the overall picture of that process. Are you clear? Water is lost from the intercellular space of leaves through stomata by transpiration. It reduces the pressure in the cells of leaves. In order to compensate this pressure difference, water enters these cells from adjacent cells through osmosis. The transpiration pool developed due to transpiration helps to carry water to the top. Besides this, water molecules have the capacity to stick to themselves and with the walls of the vessels through which they move. This process is known as cohesion. These processes are known as cohesion and adhesion respectively. Along with this, the root pressure developed in the cells of the root due to absorption of water also help in raising water. Are you clear? This is the process. The next is transport through phloem. The function of phloem is to transport food from leaves to different parts of the plant. Food is transported in the form of sucrose through the phloem, mainly sieve tube. Sieve tube and companion tubes are the parts of phloem. Sieve tubes are also seen as pipes arranged one above the other, and pores are seen in their cross walls. Through the pores, the cytoplasm of sieve tubes are interconnected through which food molecules can travel. Companion cells are seen along with the sieve tubes, and also they help in the transportation of food. Are you clear? Okay, very good. And then take your science diary and write down the homework question. What is the role of transpiration in transporting water absorbed by the roots to the leaves? The second question is, prepare a note on vascular tissues in plants. Are you clear? Any doubt? Okay, very good.